ഹലോ എവ്രി വൺ. ഇന്നിതാ ഇപ്പോൾ ഈ 2 ഏത്തപ്പഴം എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് ഉച്ചലത്തേക്ക് മോരുകറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെൻ്റെ മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കാനും പോകുന്നത്. അപ്പോൾ ഏത്തപ്പഴം എന്താ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് നമുക്ക് ഇത്രയും ആഡ് ചെയ്ത ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏത്തപ്പഴമല്ലേ വേഗം വെന്തോളും, അതും പഴുത്ത പഴമാകുമ്പോൾ. അപ്പോൾ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം. സൈഡിൽ ഞാൻ മഷ്റൂം ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ എല്ലാവർക്കും ഈ മഷ്റൂം ഫ്രൈ നല്ല ഇഷ്ടമാണ്. അതിനിപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വേഗം അങ്ങോട്ട് ആയി കിട്ടുകയും ചെയ്യും. അപ്പം അതും നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് മഷ്റൂം ഫ്രൈന്. നമ്മുടെ മോരുകറിയും ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സവാളയ്ക്ക് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ പറഞ്ഞാൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണയ്ക്ക് പോകുന്നത് വരെ, ഈ പൊടിയുടെ പച്ചമണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂമും ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മദറിനിലോ ഇത് അടുപ്പത്താണ് ഉണ്ടാക്കുക. എന്തൊരു ടേസ്റ്റ്! അതിങ്ങനെ വരട്ടി എടുക്കുമ്പോൾ ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നു വിടാറുമുണ്ട്. കേടാവില്ല, അത് ഈ അടുപ്പത്ത് വെച്ച് ചെയ്യുന്നത് കാരണം. ഇതപ്പോൾ അടച്ച് അങ്ങോട്ട് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മോരുകറിക്ക് ഇപ്പോൾ നാളികേരം, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് അരച്ചു. ഇപ്പോൾ പാകത്തിന് തൈര് ആഡ് ചെയ്യുകയാണ്. പുളിയുടെ അനുസരിച്ചിട്ട്, പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അത് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർക്കാം. നമ്മുടെ മിക്സി പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അധികം തിളപ്പിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ തൈര് ചേർത്ത് അരച്ചതല്ലേ. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചട്ടി ആയത് കാരണം ചൂട് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് കാരണമാണ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തത്. ഇവിടെ മഷ്റൂമും ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഈ വെള്ളം മഷ്റൂം നിറങ്ങിയ വെള്ളമാണ്. മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സീസണിങ്ങിന് ഞാൻ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല കളർ കിട്ടും നമ്മുടെ കറിക്ക്. അങ്ങനെ നമ്മുടെ അസലായിട്ടുള്ളൊരു മോരുകറി നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മഷ്റൂമും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്.